രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീൻകാരൻ്റെ വരവ് നോക്കിയിരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നല്ല മാന്തളും അതുപോലെ തന്നെ കുഞ്ഞ് ചാളയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാന്തൾ നമുക്ക് വറക്കാനും അതുപോലെ തന്നെ കറി വയ്ക്കാനൊക്കെ എടുക്കാം. ചാള പിന്നത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അത് നന്നാക്കാൻ പോയിട്ടോ. ഞാൻ വേഗം കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടി നന്നാക്കി അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മീൻകറി വെക്കാനുള്ള ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആ ചതച്ച് വെച്ചതും ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ 2-3 ചോള കുടപ്പുളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി വെച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഒന്ന് അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മളത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് മാന്തൾ കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതങ്ങോട്ട് വെളിച്ചെണ്ണയിൽ വറക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ എന്ന് കരുതി. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മെഴുക്കുവരട്ടി തയ്യാറാക്കണം കേട്ടോ. പിന്നെ കോവയ്ക്കാണ് മെഴുക്കുവരട്ടാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വാലും തുമ്പൊക്കെ കളഞ്ഞ് അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇതേ തിളച്ച് ഒരുവിധം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന മാന്തളൊക്കെ അതിനകത്തോട്ട് ചേർത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം വറ്റി നല്ല പോലെ ഒന്ന് നെയ്യൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഉള്ളി കാച്ചി ഒഴിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കിടിലനായിട്ടൊരു മീൻകറി തയ്യാറായിട്ടുണ്ട്. പിന്നെ മെഴുക്കുവരട്ടാനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിച്ച് പച്ചമുളകും സവാളയും കറിവേപ്പിലയെല്ലാം നല്ല പോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ അത് ആ ഒരു ചൂട്ടോട് കൂടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കലക്കി പൊരിച്ച മുട്ടയില്ലാതെ ചോറുണ്ണാനായിട്ട് ഒരു വിമ്മിഷ്ടമാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ വെളിച്ചെണ്ണയിൽ മുട്ട കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഊണ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ചോറും കറികളും കൂട്ടത്തിൽ ചുട്ട പപ്പടം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചുട്ട പപ്പടം ഈ മീൻകറിയും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും നമ്മുടെ ഇരുമ്പപ്പുളി അച്ചാറൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂട്ടി സന്തോഷമായിട്ട് തന്നെ അടിപൊളിയായിട്ട് ഫുഡ്